അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖസായിസുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗം 30 ഹദീസ് നമ്പർ 70. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി തുർമുദിയും അബൂദാവൂദും ഉദ്ധരിച്ചതാണ്. നദ്ദറല്ലാഹു ഇംറഅൻ സമിഅ മിന്നാ ഹദീസൻ ഫഹഫിളഹു ഹത്താ യുബല്ലിഗഹു ഗൈറഹു. നദ്ദറല്ലാഹു ഇംറഅൻ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ മുഖം നല്ല പ്രശോഭിതമാകട്ടെ, നല്ല പ്രകാശപൂരിതമാകട്ടെ, മുഖത്തിൽ വലിയ പ്രസന്നത, വലിയ പ്രകാശം അല്ലാഹു തആല നൽകട്ടെ. ആരുടെ മുഖമാണ്? സമിഅ മിന്ന ഹദീസൻ, എൻ്റെ ഹദീസ് ഒരാൾ കേട്ടു, ഫഹഫിളഹു, അതിനെ മനഃപ്പാഠമാക്കി, ഹത്താ യുബല്ലിഗഹു ഗൈറഹു, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ ഹദീസ് കേട്ട് അത് സൂക്ഷിച്ചു വെച്ച്, അത് എഴുതി വെച്ച്, അത് മനഃപ്പാഠമാക്കി അത് മറ്റുള്ളവർക്ക് എത്തിക്കുന്ന ആ ഒരു ജോലി ചെയ്ത ആൾക്ക് അല്ലാഹു തആല അവൻ്റെ മുഖം നല്ല പ്രശോഭിതമാകട്ടെ എന്ന ഒരു സ്പെഷ്യൽ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൻ്റെ ഖിദ്മത്തെടുക്കുന്നവർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. ഇത് മറ്റാർക്കുമില്ല. ഹദീസിൻ്റെ ഖിദ്മത്തെടുക്കുന്നവർക്ക് മാത്രം. അവരെന്ത് ചെയ്യുന്നു? റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് കേൾക്കുന്നു. അപ്പോൾ ഹദീസിൻ്റെ ക്ലാസ് നടക്കുന്നിടത്ത് പോയി ഇരിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഹദീസിൻ്റെ ക്ലാസ് സംഘടിപ്പിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. ഹദീസിൻ്റെ ക്ലാസ് എടുക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അത്തരക്കാർക്ക് വേണ്ടി മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്പെഷ്യലായി ദുആ ചെയ്യുകയാണ്, മുഖം നല്ല പ്രശോഭിതമാകട്ടെ. അതിൻ്റെ വിശദീകരണത്തിൽ ദുനിയാവിൽ തന്നെ അവർ നല്ല ഭംഗിയുള്ളവരാകും എന്ന് പറഞ്ഞവരും ഉണ്ട്. സത്യത്തിൽ നമുക്ക് ഇങ്ങനെ ഇത്രയും വ്യക്തമായി ദീന് ഇന്ന് വരെ ലഭിക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ആയിരക്കണക്കിന് സ്വഹാബികളും താബിഈകളും താബിഉ താബിഈകളുമായ പണ്ഡിതന്മാർ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ആ ഹദീസ് കൃത്യമായി സംരക്ഷിച്ചതുകൊണ്ടാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.